അപ്പോൾ നമ്മുടെ ഉച്ചഭക്ഷണത്തിൻ്റെ ആരംഭമായി അരിയൊക്കെ കഴുകി നന്നായിട്ട് വെള്ളമൊക്കെ തിളച്ച് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന നല്ല ചെമ്പാവ് ചോറ് അല്ലെങ്കിൽ അരി നമ്മൾ അതിനകത്തോട്ട് ഇട്ട് കൊടുത്തു. അപ്പോൾ ഇനിയാണ് പ്രധാന പരിപാടി വരുന്നത്. നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഈട് കൊടുക്കുകയോ ചോറും കലവും എന്നുള്ളൊരു രീതിയിൽ നമ്മൾ ഈ ചോറിന് ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മളെടുത്ത് ഈട് കൊടുക്കുകയോ ചോറും കലവും എന്നുള്ളൊരു ആ മാന്ത്രിക പെട്ടിയിലോട്ട് അങ്ങോട്ട് എടുത്ത് വയ്ക്കും. അപ്പോൾ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ കഴിയുമ്പോൾ നമ്മുടെ ചോറ് റെഡിയായി. അപ്പോൾ ചുമ്മാതല്ല പണ്ടുള്ള ആൾക്കാരൊക്കെ പറയുന്നത് ഈട് കൊടുക്കുകയോ ചോറും കറി എന്നൊക്കെ പറയുമ്പോൾ അതങ്ങനെ ഉണ്ടാവുന്നത്. അല്ലെങ്കിൽ കണ്ടോ ഇതാണ് ഇടുകുടുക്കെ ചോറും കറിയും എന്നുള്ള ആ പാത്രം. അപ്പോൾ അതിനകത്ത് എടുത്ത് തിളച്ച് വെച്ച് അരിയെടുത്ത് ഇത് ഏകദേശം അരിയുടെ വേവനുസരിച്ച് മാത്രമാണ് അതിനകത്ത് വെക്കേണ്ടത്. ഇത് ഏകദേശം ഒരു മണിക്കൂർ, ഇപ്പോൾ 11:30 വെച്ചാൽ 12:30 കറക്റ്റ് എടുത്തിരിക്കണം. അപ്പോൾ ഇത് ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്ത് ഇത് അടച്ചു വയ്ക്കുമ്പോൾ നമ്മളവിടെ ജോലി അവിടെ റെഡിയായി കഴിഞ്ഞു. അത് സെറ്റാവും. കണ്ടോ നമ്മുടെ ചോറ് അവിടെ റെഡിയായി കഴിഞ്ഞു. ഇത് വേണമെങ്കിൽ നമുക്കിനി കഞ്ഞിവെള്ളം എടുക്കാം. ഞാൻ കുറച്ച് കഞ്ഞിവെള്ളം കുടിക്കാനായിട്ട് എടുക്കും. അപ്പോൾ അത് നന്നായിട്ട് ഇനിയിപ്പോൾ പരിപാടി എന്ന് പറയുന്നത് ഇതിനെ വാർക്കുക എന്നതാണ് അതിൻ്റെ പരിപാടി. ഏതെങ്കിലും ഒരു പാത്രം എടുത്ത് നന്നായിട്ട് അതിനകത്ത് വെള്ളമൊക്കെ കോരി കളഞ്ഞ ശേഷം ഇങ്ങനെ അങ്ങ് കമഴ്ത്തി അങ്ങ് ഇടുക. അപ്പോൾ നമ്മുടെ ചോറും അവിടെ വാർക്കും. പിന്നെ അടുത്ത പരിപാടിയിലോട്ട് അതങ്ങനെ വാർത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ പിന്നെ ഇനി ചോറ് ഇങ്ങനെ വെച്ചിരുന്നാൽ ശരിയാവില്ലല്ലോ. വൈകിട്ടൊക്കത്തേക്ക് നമ്മൾ എടുക്കുകയല്ലേ. ഇത് നന്നായിട്ട് നമ്മുടെ ഭാഷയിൽ പറയും പൊരിച്ചെടുക്കുക. അതവിടെ അങ്ങനെ ഇരിക്കുക. പിന്നെ നമുക്കൊരു കറി ഉണ്ടാക്കണമല്ലോ. ചമ്മന്തിക്ക് ഇനി പ്രത്യേകിച്ച് കാര്യമൊന്നും പറയേണ്ട കാര്യമില്ല. മുളക്, ഉപ്പ്, പുളി, പിന്നെ ഉള്ളിയെല്ലാം കൂടെ നന്നായിട്ട് അരച്ച് മിക്സിയിലെടുക്കുക. കല്ലില്ലാത്തതുകൊണ്ട് മിക്സിയിലെടുക്കുക. അപ്പം നമ്മുടെ ചമ്മന്തി റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ചോറും ചമ്മന്തിയുമായി പിന്നീട് തോരന് ഒരു സാധനം ഉണ്ടാക്കണമല്ലോ. അപ്പം നോക്കിയപ്പോഴത്തേക്ക് ഒരു ബീട്രൂട്ടും കുറച്ച് പടവലങ്ങ ഇരിപ്പുണ്ട്. എന്നാൽ പിന്നെ ഒരു മിക്സഡ് തോരനായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് രണ്ടും കൂടെ വാരിയിട്ട് അറുത്ത് പറക്കിയൊക്കെ എടുത്ത് നന്നായിട്ട് അതിനെ ചീനച്ചട്ടിയിലൊക്കെ വെച്ച് നമ്മൾ തേങ്ങയൊക്കെ ഇടുമ്പോൾ നമ്മുടെ തോരൻ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ തോരനുള്ള സെറ്റായി കഴിഞ്ഞു. പിന്നെ നമ്മൾ ഇനിയിപ്പോൾ പ്രത്യേകിച്ച് തോരനൊന്നും വെക്കാൻ നിങ്ങൾ പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. എങ്കിലും ആ തോരനൊക്കെ ഞാൻ ഇതെല്ലാം നല്ലോണം വഴറ്റിയെടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ഇതിനകത്തിപ്പോൾ ഞാൻ വേഗത്തിൽ നമുക്കൊരു ഊണ് തയ്യാറാക്കുന്നതാണ്. അപ്പോൾ ഒരു ചെറിയ പച്ചമുളക്, പിന്നെ നമ്മൾ മഞ്ഞൾപ്പൊടിയൊന്നും ഇടുന്നില്ല, ജീരകം, വെളുത്തുള്ളി എല്ലാം കൂടെ നന്നായിട്ട് കൈ കൊണ്ടുവന്ന് ഞാവടി പെത്തിക്കുകയൊക്കെ ഇട്ടണം. അപ്പോൾ അതിനകത്ത് ഇനി പ്രത്യേകിച്ച് അതിൻ്റെ ടേസ്റ്റൊന്നുമില്ല. സാധാരണ രീതിയിലൊക്കെ തന്നെയാണ് നമ്മൾ തോരൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ തോരനുള്ളത് ഏകദേശം വെന്ത് വന്ന് കഴിഞ്ഞ് പിന്നെ തേങ്ങയിട്ടൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് സ്പൂൺ കൊണ്ടൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയെടുക്കുമ്പോൾ നമ്മുടെ തോരൻ ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ ലഞ്ച് എന്താണ്? നിങ്ങളെല്ലാവരും കഴിച്ചോ? അപ്പോൾ വീണ്ടും അടുത്ത കാണുന്നവരെ ബൈ.